എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ആ ഒരു വലിയ കേക്ക് അതും തകർത്ത് ലൂഫിയൻ ടീം പുറത്തേക്ക് ചാടി വരികയാണ്. അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ അത്ഭുതപ്പെട്ട് ആ കേക്കിനെയും ലൂഫികളെയും നോക്കി നിൽക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് 3 മണിക്കൂർ മുൻപുണ്ടായ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ ആ കപ്പോംസ് അവൻ ലൂഫിയോട് പറയും, നീ നിന്റെ മാസ് എൻട്രി കൊടുക്കേണ്ടത് ആ വെഡ്ഡിംഗ് കേക്കിന്റെ അകത്തു നിന്നാണ്. അത് കേൾക്കുമ്പോൾ തന്നെ ലൂഫിക്ക് ഭയങ്കര ആവേശം. കാരണം അവന് കേക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. വാവ്, ഇത് ഞാൻ ശരിക്കും അടിച്ചു പൊളിക്കുമെന്ന് പറയും. അത് കേട്ട് കപ്പോംസിന്റെ ടെൻഷൻ അത് കൂടി വരികയാണ്. ലൂഫി എന്തെങ്കിലും മണ്ടത്തരം കാണിച്ച് ഇത് കൊളാക്കുമെന്നുള്ള പേടി കപ്പോംസിനുണ്ട്. ലൂഫിയുടെ കയ്യിൽ ഒരു മിറർ കൊടുക്കും. ആ മിറർ ഉപയോഗിച്ച് വേണം അവൻ കേക്കിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ചാടി വരാനായിട്ട്. സോ കേക്കിന്റെ ഉള്ളിലും അവരൊരു മിറർ അത് ഫിക്സ് ചെയ്യും. ബിഗ് മോമിന് ടീ പാർട്ടിയെ കഴിഞ്ഞും കല്യാണത്തെ കഴിഞ്ഞും പ്രധാനമാണ് ആ വെഡ്ഡിംഗ് കേക്ക്. അതിനെന്തെങ്കിലും സംഭവിച്ചാൽ അവൾ അടങ്ങിയിരിക്കില്ല. തീർച്ചയായിട്ടും അവൾ പ്രതികരിക്കും. ഉടനെ ലൂഫി ആണെങ്കിൽ അവന്റെ ബ്രെയിനിലുണ്ടായിരുന്ന ആ ഒരു ബുദ്ധി അതെല്ലാവർക്കും മുൻപിൽ റിവീൽ ചെയ്യാണ്. അവൻ കാട്ടിൽ നിന്ന് ഒരുപാട് മൃഗങ്ങളെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. അവറ്റകളെ മുഴുവൻ അവൻ ബ്രൂലിയോട് ലൂഫിയെ പോലാക്കി തീർക്കാൻ പറയും. വഴിയില്ലാതെ ബ്രൂലി ആണെങ്കിൽ അവറ്റകളെ എല്ലാം ലൂഫിയാക്കി മാറ്റും. അങ്ങനെയാണ് ആ കേക്കിന്റെ ഉള്ളിൽ നിന്ന് ഒരുപാട് ലൂഫികൾ പുറത്തേക്ക് വന്നത്. സോ ഇതുപോലെ ഒരുപാട് ലൂഫികൾ പുറത്തേക്ക് വന്ന അവർക്ക് റിയൽ ലൂഫി ഏതാണെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാനാവില്ല. പ്രസന്റില് ബിഗ് മോം ആണെങ്കിൽ കുറെ ലൂഫികളെ കണ്ട് തെറ്റിദ്ധരിച്ച് ഓരോരോ ലൂഫികളെ മാറി മാറി നോക്കും. ആ മോർഗൻ ആണെങ്കിൽ അവിടെ നടക്കുന്ന കാര്യങ്ങളുടെ എല്ലാം ഒരുപാട് ഫോട്ടോസ് എടുക്കുകയാണ്. കാരണം ഇതവന്റെ ന്യൂസ് പേപ്പറിൽ കൊടുത്ത ന്യൂസ് പേപ്പറിന് നല്ല റേറ്റിംഗും ഒറ്റയടിക്ക് ഒരുപാട് ന്യൂസ് പേപ്പേഴ്സ് സെയിൽ ചെയ്യാനും പറ്റും. മറ്റൊരു ഭാഗത്ത് സാഞ്ചി ആണെങ്കിൽ ഇങ്ങനെ അവന്റെ മാറോട് ചേർത്ത് താഴേക്ക് എടുത്തു ചാടി വരികയാണ്. അവളാണെങ്കിൽ ഇപ്പോഴും നിർത്താതെ കരഞ്ഞുകൊണ്ടേയിരിക്കും. സാഞ്ചിക്കാണെങ്കിൽ അവന്റെ മനസ്സിലെ ടെൻഷൻ അത് കൂടി വരും. സാഞ്ചി അവൻ ലൂഫിയെ നോക്കി സിഗ്നൽ കാണിക്കും. അതേസമയം ഇവിടെ സ്മൂത്തി ഫുൾ കലിപ്പില് ചാടി എഴുന്നേക്കാണ്. ലാസ്റ്റ് ടൈം ആ ഒപ്പേര തലയൻ, ആ ഒപ്പേര വില്ലൻ, അവൻ പറഞ്ഞത് നാമിയെയും ലൂഫിയെയും അവൻ ബുക്കടക്കം ചുട്ടെരിച്ചു കൊന്നുവെന്നാണ്. പക്ഷെ അവർക്ക് രണ്ടുപേർക്കും യാതൊന്നും സംഭവിച്ചിട്ടില്ല. അതിന്റെ തെളിവാണ് ലൂഫി ഇപ്പൊ ഇവിടേക്ക് വന്നതുപോലും. ആ വലിയ വെഡ്ഡിംഗ് കേക്ക് അതങ്ങനെ ചരിഞ്ഞ് വീഴാണ്. അത് കാണേണ്ട താമസം ബിഗ് മോം നിലവിളിക്കും. ആ ഷെഫാണെങ്കിൽ കാര്യം വഷളാകുന്നെന്ന് മനസ്സിലാക്കി ബിഗ് മോമിനോട് റിക്വസ്റ്റ് ചെയ്യാണ്, പ്ലീസ് ദയവ് ചെയ്ത് നിങ്ങൾ ഡിസപ്പോയിന്റഡ് ആവരുത്. എത്രയും വേഗം പുതിയ കേക്ക് അത് ഞാൻ ഉണ്ടാക്കി തരാം. പക്ഷെ ബിഗ് മോം അവളുടെ കൺട്രോൾ മുഴുവനായിട്ട് നഷ്ടപ്പെട്ട് അവൾ അങ്ങനെ ടെററായിട്ട് ആ സീനിയർ ഷെഫിനെ നോക്കുകയാണ്. എനിക്ക് എത്രയും വേഗം പുതിയ വെഡ്ഡിംഗ് കേക്ക് വേണം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവൻ എനിക്ക് വേണമെന്ന് പറഞ്ഞ് അവൾ അങ്ങനെ ഫുൾ കലിപ്പിൽ നിൽക്കും. അവർക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കാരണം അത്രയും വലിയ വെഡ്ഡിംഗ് കേക്ക് അതൊരിക്കലും നിമിഷ നേരങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. അത് ഒരുപാട് ദിവസം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സിനൊടുവിൽ മാത്രമേ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് കഴിയൂ. അടുത്ത നിമിഷം ബിഗ് മോം ആണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന 3 ഷെഫുകളുടെ ലൈഫ് സ്പാൻ അതങ്ങനെ അബ്സോർബ് ചെയ്തെടുക്കുകയാണ്. എന്റെ സന്തോഷം ഇല്ലാതാക്കിയ ഒരാളെ പോലും വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് അവൾ എല്ലാവരുടെയും നേർക്ക് വരും. ഇവിടെ വേൾഡില് നമ്മുടെ ആൾക്കാർ ബിഗ് മോമിന്റെ ആ ഒരു അലർച്ച കേൾക്കുകയാണ്. അവരാണെങ്കിൽ നിർത്താതെ ലൂഫിയുടെ ക്ലൗൺസിനെ ആ ഒരു സ്റ്റേജിലേക്ക് ഇറക്കി വിട്ടുകൊണ്ടേയിരിക്കും. അവരുടെ പ്ലാനൊക്കെ കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്താൽ മാത്രമേ ബിഗ് മോമിനെ തകർക്കാൻ പറ്റൂ. ലൂഫിക്ക് ബാക്കപ്പ് ആയിട്ട് പെട്രോയും ചിമ്പയും അവന്റെ പിന്നാലെ പോവും. അതിനുശേഷം നാമിയും ചോപ്പറും ക്യാരറ്റും അവരാണെങ്കിൽ ഇയർ പ്ലഗ് ഒക്കെ സെറ്റ് ചെയ്ത് സാഞ്ചിയെയും അവന്റെ ഫാമിലിയെ രക്ഷിക്കാൻ പുറത്തേക്ക് പോവും. ബ്രൂലിക്കാണെങ്കിൽ ഭയങ്കര സങ്കടം. അവള് അവളുടെ അമ്മയോട് മാപ്പ് പറയാണ്. അതേസമയം ബിഗ് മോം അവൾ ഓരോരോ ഫേക്ക് ലൂഫികളെ അവളുടെ കാലുകൊണ്ട് ചവിട്ടി അരയ്ക്കും. അന്ന് അവൾ ലൂഫിയെ വെല്ലുവിളിച്ച കാര്യവും അവളുടെ മനസ്സിലൂടെ കടന്നു പോകും. അടുത്ത നിമിഷം ആ കേക്ക് അത് മുഴുവനായിട്ടും താഴെ വീണ് ഉടഞ്ഞു പോവാണ്. ബിഗ് മോം ആണെങ്കിൽ ഫുൾ കലിപ്പില് ലൂഫിയെ വിളിച്ചുകൊണ്ടേയിരിക്കും. കപ്പോംസിനാണെങ്കിൽ അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. റിയൽ ലൂഫി അതേതാണെന്ന് അറിയാത്തതുകൊണ്ട് തന്നെ അവൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് കപ്പോംസിനുണ്ട്. പക്ഷെ അപ്പോഴായിരിക്കും എല്ലാവർക്കും ഒരു ട്വിസ്റ്റ് കൊടുത്തോണ്ട് നമ്മുടെ റിയൽ ലൂഫി അവൻ ബിഗ് മോമിന് മുൻപിലേക്ക് വന്നിട്ട്, ഞാനാണ് റിയൽ ലൂഫി, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്നോട് ഫൈറ്റ് ചെയ്യാൻ പറയും. ഇവിടെ ലൂഫിയും ബിഗ് മോമും അവർ രണ്ടുപേരും വമ്പം പവറൊക്കെ എടുത്ത് ഫൈറ്റ് ചെയ്യാൻ അങ്ങനെ റെഡിയായിട്ട് നിൽക്കും. ഇവിടെ കപ്പോംസ് ആണെങ്കിൽ ലൂഫിയെ നോക്കി പല്ലെറുമും. അപ്പോഴായിരിക്കും ആ ഫോട്ടോയുടെ കാര്യം ലൂഫിക്ക് ഓർമ്മ വരിക. ലൂഫി അവൻ 100-110 ആ ഫോട്ടോ ലക്ഷ്യമാക്കി ഓടും. അതേസമയം നമ്മുടെ നാമിയൻ ടീം അവരാണെങ്കിൽ കേക്കൊക്കെ തിന്ന് റിലാക്സ് ചെയ്യാണ്. മറ്റൊരു ഭാഗത്ത് കപ്പോംസിന്റെ അസിസ്റ്റൻസ് അവർ റോക്കറ്റ് ലോഞ്ചറൊക്കെ വെച്ച് ബിഗ് മോമിനെ എയിം ചെയ്ത് അറ്റാക്ക് ചെയ്യാനായിട്ട് അങ്ങനെ റെഡിയായിട്ട് നിൽക്കും. ലൂഫി ആണെങ്കിൽ എടുത്തു ചാടി ബിഗ് മോമിന്റെ അമ്മയുടെ ഫോട്ടോ അത് തകർക്കാനായിട്ട് ക്ലോസ് എത്തുമ്പോഴേക്കും ആ കട്ടകുറി വില്ലൻ ഞൊടിയിടയിൽ
ലൂഫിയെ ലോക്ക് ചെയ്യുകയാണ്. കട്ടഗുറിയാണെങ്കിൽ ബിഗ് മോമിനോട് പറയും ഗ്രാൻഡ് മദറിന്റെ ഫോട്ടോ അത് തകർക്കാനാണ് ഇവൻ പ്ലാൻ ചെയ്തത്. അതിലൂടെ നമ്മളെ എല്ലാവരുടെയും ശ്രദ്ധ തെറ്റിച്ച് അറ്റാക്ക് ചെയ്യാനാണ് ഇവൻ ഇവിടേക്ക് എത്തിയത്. ഇവന് ആ ബീസ്റ്റ് ലേഡിയുടെ ഹെൽപ്പ് അത് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ടീമിലുള്ള ആരോ ഒരാള് ഇവനെ സഹായിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരിക്കലും നമ്മുടെ വീക്ക് പോയിന്റ് ഈ ഫോട്ടോ ആണെന്ന് ഇവൻ മനസ്സിലാക്കില്ല എന്ന് അവൻ തീർത്ത് പറയും. ഇവിടെ കപ്പോംസിനാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എല്ലാം കയ്യിൽ നിന്ന് പോയി. അവൻ അങ്ങനെ പകച്ചു നിൽക്കും. ആരെങ്കിലും ആ ഫോട്ടോ അത് ഉടച്ചിട്ടില്ല എങ്കിൽ വലിയ കുഴപ്പമാണ്. അവരുടെ പ്ലാൻ എല്ലാം തന്നെ തകരും. ഉടനെ പെട്രോ ആണെങ്കിൽ അത് ഞാൻ തകർക്കാന്ന് പറഞ്ഞ് ആ ഫോട്ടോയ്ക്ക് നേരെ ഓടും. വില്ലൻ ലൂഫിയെ തൂക്കിയെടുത്ത് നില താഞ്ഞടിക്കും. ജസ്റ്റ് മിസ്സിന് ജിംബൈ അവനെ ക്യാച്ച് ചെയ്ത് വില്ലന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്താണ്. ആക്ച്വലി ആ കട്ടഗുറിയുടെ പവർ അതിൽ നിന്ന് വിട്ടു വരണമെങ്കിൽ ലിക്വിഡായിട്ട് എന്തെങ്കിലും ഉപയോഗിക്കണം. സോ ജിംബൈ ആണെങ്കിൽ ലിക്വിഡ് കോഫി ഉപയോഗിച്ചാണ് അവന്റെ പവറിൽ നിന്ന് ലൂഫിയെ മോചിപ്പിച്ചത്. അതിനുശേഷം ജിംബൈ ബിഗ് മോമിനോട് പറയും നിന്റെ ടീമിൽ തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഞാനാണ് നിന്റെ അമ്മയെക്കുറിച്ചുള്ള ഈ ഫോട്ടോയുടെ ഡീറ്റെയിൽസ് ഇവരോട് പറഞ്ഞത്. അത് കേട്ട് കപ്പോംസ് ഷോക്കാവുകയാണ്. ജിംബൈ അവൻ കുറ്റം ഏറ്റെടുത്തതിന് കാരണം മറ്റൊന്നുമല്ല, കപ്പോംസ് ബിഗ് മോമിന്റെ മരുമകനാണ്. കപ്പോംസ് ആണ് ഇതിനെല്ലാം പിന്നിൽ നിറഞ്ഞ തീർച്ചയായിട്ടും അവള് കപ്പോംസിനെയും ഫാമിലിയെയും വെറുതെ വിടില്ല. ബിഗ് മോമിനാണെങ്കിൽ അവളുടെ ദേഷ്യവും കലിയൊന്നും അടക്കാനായിട്ട് കഴിയില്ല. കാരണം അവളെക്കുറിച്ചുള്ള സീക്രട്സ് എല്ലാം ജിംബൈ സ്ട്രോ ഹാറ്റ് ടീമിനോട് പറഞ്ഞു കൊടുത്തു. അവളാണെങ്കിൽ തീർത്തു പറയും ഉറപ്പായാലും നിന്റെ ഫുൾ ലൈഫ് സ്പാനും ഞാൻ എടുത്ത് നിന്നെ ഞാൻ കൊന്നു കളയും. അതിന് ജിംബൈ ആണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും എന്ത് സംഭവിച്ചാലും എനിക്ക് കുഴപ്പമില്ല. ഇനി മുതൽ ജിംബൈ എന്ന ഞാൻ നിന്റെ ടീമിൽ ഉണ്ടാവില്ല. ഞാൻ ഇന്നു മുതൽ സ്ട്രോ ഹാറ്റ് ലൂഫിയുടെ ടീമിലെ ഒരു മെമ്പറാണ്. ജേർണലിസ്റ്റുകളാണെങ്കിൽ ഈ ഒരു ഹോട്ട് ന്യൂസ് അതങ്ങനെ എഴുതിയെടുക്കുകയാണ്. ബിഗ് മോം പല്ല് കടിച്ച് ഇപ്പൊ ജിംബയോട് പറയും നിനക്ക് എന്റെ ടീമിൽ നിൽക്കാൻ ഇഷ്ടമല്ലെങ്കിൽ നിനക്ക് പോവാം. അതിനുശേഷം എന്ത് സംഭവിച്ചാലും എനിക്ക് യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല. പക്ഷേ കോമ്പൻസേഷൻ അത് തരാതെ പോവാനായിട്ട് കഴിയില്ല. അതിന് മറുപടിയായിട്ട് ജിംബൈ പറയും എന്റെ കൂടെയുള്ളവർക്ക് ഒന്നും തന്നെ സംഭവിക്കാൻ പാടില്ല. നിനക്ക് കോമ്പൻസേഷൻ ആയിട്ട് എന്റെ ലൈഫ് സ്പാൻ അത് എത്ര വേണമെങ്കിലും എടുക്കാനായിട്ട് ഞാൻ പെർമിഷൻ തരാം. അതല്ലാതെ മറ്റൊന്നിനും ഞാൻ തയ്യാറല്ല. ലൂഫി ആണെങ്കിൽ അത് കേട്ട് ഷോക്കാവും. കാരണം ഇൻ കേസ് ബിഗ് മോം അവന്റെ ഫുൾ ലൈഫ് സ്പാനും എടുത്തു കഴിഞ്ഞാൽ ജിംബയ്ക്ക് പിന്നീട് ലൂഫിയുടെ ടീമിൽ ഒന്ന് ചേരാനായിട്ട് കഴിയില്ല. സോ അങ്ങനെ സംഭവിച്ചുകൂടാന്ന് പറഞ്ഞ് അവൻ എന്തൊക്കെയോ പ്ലാൻ ചെയ്യും. അതേസമയം ബിഗ് മോം അവളുടെ ഹോക്കി പവർ അത് ചുറ്റുമുള്ളവരുടെ നേർക്ക് അങ്ങനെ പ്രയോഗിക്കുകയാണ്. ആ ഹോക്കി പവറിൽ ഒരുപാട് പേരുടെ ഇതൊക്കെ നഷ്ടപ്പെട്ട് അവർ താഴേക്ക് വീഴും. അവൾ അങ്ങനെ നടന്നു വന്ന് ജിംബയുടെ തൊട്ടു മുൻപിൽ നിന്ന് അവളുടെ ടെറർ ഫേസ് കാണിക്കും. അവൾക്കാണെങ്കിൽ ജിംബയെ വിട്ടുകൊടുക്കാനായിട്ട് മനസ്സ് വരില്ല. സോ അവൾ വീണ്ടും വീണ്ടും നിനക്ക് എന്റെ കൂടെ നിൽക്കണോ അതോ നിന്റെ ലൈഫ് അത് സ്പോയിൽ ചെയ്യണോ ചോദിക്കും. അതിന് ജിംബൈ ആണെങ്കിൽ അവന്റെ ലൈഫ് സ്പാൻ എടുക്കാനായിട്ട് അവളോട് പറയും. ബിഗ് മോം ആണെങ്കിൽ അവന്റെ ലൈഫ് സ്പാൻ എടുക്കാനായിട്ട് കൈ നീട്ടും. പക്ഷെ അവളെ കൊണ്ട് കഴിയില്ല. അതിന് കാരണം മറ്റൊന്നുമില്ല, ആരെങ്കിലും അവളെ കണ്ട് പേടിച്ചാൽ മാത്രമേ അവരുടെ ലൈഫ് സ്പാൻ അവളെ കൊണ്ട് എടുക്കാനായിട്ട് കഴിയൂ. അവൾ അങ്ങനെ കൈനീട്ടി ടെററായിട്ട് ലുക്കൊക്കെ കൊടുത്ത് അവൻ എങ്ങനെയെങ്കിലും പേടിപ്പിക്കാൻ ശ്രമിക്കും. പക്ഷേ ജിംബൈക്കാണെങ്കിൽ ഒരു പേടിയുമില്ല. ബിഗ് മോമിനാണെങ്കിൽ ഭയങ്കരമായിട്ട് നാണക്കേടായിട്ട് തോന്നും. കാരണം ആദ്യമായിട്ടാണ് അവൾ വിചാരിച്ചിട്ടും ഒരാളുടെ ലൈഫ് സ്പാൻ അത് അവളെ കൊണ്ട് എടുക്കാനായിട്ട് കഴിയാത്തത്. ജിംബൈ ഒരു കപ്പില് ഇപ്പൊ ഡ്രിങ്ക്സ് അവളുടെ മുൻപിലേക്ക് വെക്കും. ഞാൻ നീയുമായിട്ടുള്ള എല്ലാ കണക്ഷൻസും ഇവിടെ വെച്ച് ഉപേക്ഷിക്കുകയാണെന്ന് പറഞ്ഞ് അവൻ ആ ഡ്രിങ്ക്സ് കഴിക്കും. അത് കണ്ട് ലൂഫിക്കാണെങ്കിൽ വലിയ സന്തോഷം. ഫുൾ കലിപ്പില് ആ ബിഗ് മോം അവളുടെ സൺ പവർ ഉപയോഗിച്ച് ജിംബയെ ആഞ്ഞെട്ടിക്കുകയാണ്. അവിടെ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടായി. ചുറ്റുമുള്ളവരെല്ലാവരും ഓടും. ആ സമയം ആരോ ഒരു ഹാമർ എടുത്ത് ബിഗ് മോമിന്റെ അമ്മയുടെ ഫോട്ടോയിൽ ഇടിച്ചു പൊട്ടിക്കുകയാണ്. ആ ഒരു കാഴ്ച കണ്ട് എല്ലാവരും ഞെട്ടുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.